ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2021 മുതൽ 2025 വരെ PSC കല, സാംസ്കാരികം എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കല, സാംസ്കാരികം, സാഹിത്യം, കായികം എന്നീ ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കോളമാണ് നമുക്ക് ഉള്ളത്. എല്ലാ എക്സാമിനും 10 മാർക്കോളം ഈ ടോപ്പിക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന എക്സാമിനും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്ന് അറിയപ്പെടുന്ന കൃതി ഏത്? ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്ന് അറിയപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകമാണ് ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്ന് അറിയപ്പെടുന്ന കൃതി. ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാകൃതി ഏതാണ്? ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാകൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മേഘദൂതം. മേഘദൂതമാണ് ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാകൃതി. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർചിത്രത്തിലെ വിഷയം എന്താണ്? കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലേതാണ്. ഈ ചുമർചിത്രത്തിലെ വിഷയം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഗജേന്ദ്രമോക്ഷം. കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷമാണ് കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർചിത്രം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വള്ളത്തോൾ. വള്ളത്തോളാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി. എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി, അതായത് ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പ്, രണ്ടാം മൂലം MT വാസുദേവൻ നായർ, ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാട്, കയർ, തകഴി. എന്തൊക്കെയാണ്? ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പ്, രണ്ടാം മൂലം MT വാസുദേവൻ നായർ, ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാട്, കയർ, തകഴി. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേര് തിരിച്ചറിയുക. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേര് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ എ, രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. 1847 ജൂൺ മാസത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. കേരളത്തെ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്ന ചവിട്ട് നാടകം ഏതാണ്? കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്ന ചവിട്ട് നാടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കാറൽ മൻസ് ചരിത്രം. കാറൽ മൻസ് ചരിത്രമാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം. ബോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ബോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഗോൾഫ്. ഗോൾഫാണ് ബോഗി എന്ന പദം ഉപയോഗിക്കുന്ന കായിക ഇനം. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, എബ്രഹാം റീഡ്. എബ്രഹാം റീഡായിരുന്നു ടോക്കിയോ 2029 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ഉത്തരം ഓപ്ഷൻ സി, ലോസ് ഏഞ്ചൽസ്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസ്. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസ്. 2032 ഒളിമ്പിക്സ് നടക്കുന്നത് ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതി കളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതി കളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ഉത്തരം ഓപ്ഷൻ എ, ദുരവസ്ഥ. ദുരവസ്ഥ എന്ന കുമാരനാശാന്റെ കൃതിയിലെ വരികളാണ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് തുടങ്ങുന്നത്.
ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കരമനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കരമനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ഉത്തരം ഓപ്ഷൻ സി, പടയണി. പടയണി എന്ന അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കരമനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അയ്യ വൈകുണ്ഠസ്വാമികൾ. അയ്യ വൈകുണ്ഠസ്വാമികളാണ് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏത്? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏത്? ഉത്തരം ഓപ്ഷൻ സി, നിർമാല്യം. നിർമാല്യം എന്ന സിനിമയിലെ അഭിനയത്തിന് ശ്രീ PJ ആന്റണിയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത്. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, സമുദ്രശില. സമുദ്രശിലയാണ് അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ. സമുദ്രശില എന്ന മലയാള നോവൽ രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലിൽ ഒന്നാണ് സമുദ്രശില. അതിലെ കേന്ദ്ര കഥാപാത്രമായി വരുന്നതാണ് അംബ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി എന്ന മലയാള ദിനപത്രത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ല ഒരു നാടിനെ. ആരാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രമാണ് സ്വദേശാഭിമാനി. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം? ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 1920. 1920 ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയത്. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, വോളിബോൾ. വോളിബോളുമായി ബന്ധപ്പെട്ട പദമാണ് ലിബറോ. ബംഗ്ലാദേശിന്റെ ദേശീയ കളി ഏത്? ബംഗ്ലാദേശിന്റെ ദേശീയ കളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കബഡി. കബഡിയാണ് ബംഗ്ലാദേശിന്റെ ദേശീയ കളി. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, തപ്പും ചെണ്ടയും. തപ്പും ചെണ്ടയുമാണ് പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീരാമകവി. ശ്രീരാമകവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത്. 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ചൈന. ചൈനയാണ് 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, യാച്ച് റേസിംഗ്. യാച്ച് റേസിംഗിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗെയിം ഏതാണ്? ബംഗ്ലാദേശിന്റെ ദേശീയ ഗെയിം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കബഡി. കബഡിയാണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗെയിം. ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ചെട്ടിക്കുളങ്ങര ഭരണി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഭാർഗവൻ പിള്ള. ഭാർഗവൻ പിള്ളയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ.
പി.ടി. ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ്. പി.ടി. ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് പി.ടി. ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത്. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബലൈഫിനെ പ്രഖ്യാപിച്ചത്? ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബലൈഫിനെ പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ സി BCCI. BCCI ആണ് ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി ഹെർബലൈസിനെ പ്രഖ്യാപിച്ചത്. ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുക്കും? ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുക്കും? ഉത്തരം ഓപ്ഷൻ എ ഭോപ്പാൽ. ഭോപ്പാലിലാണ് ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. 2020 സമ്മർ ഒളിമ്പിക്സ് ഏത് സ്ഥലത്താണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്? 2020 സമ്മർ ഒളിമ്പിക്സ് ഏത് സ്ഥലത്താണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ടോക്കിയോ. ടോക്കിയോയിലാണ് 2020 സമ്മർ ഒളിമ്പിക്സ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി പത്മശ്രീ നേടിയ വർഷം. പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി പത്മശ്രീ നേടിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2017. 2017 പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി പത്മശ്രീ നേടിയത്. താഴെ പറയുന്ന ചിത്രങ്ങളിൽ ഏതാണ് മികച്ച ചിത്രത്തിനുള്ള 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്? താഴെ പറയുന്ന ചിത്രങ്ങളിൽ ഏതാണ് മികച്ച ചിത്രത്തിനുള്ള 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്? ഉത്തരം ഓപ്ഷൻ ബി വാസന്തി. വാസന്തി എന്ന ചിത്രത്തിനാണ് 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ്? മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് ആണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത്. യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം ഏതാണ്? യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പുലികളി. പുലികളിയാണ് യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം. കൂടിയാട്ടം, മുടിയേറ്റ്, കൽബല്യ എന്നിവയൊക്കെ യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 വനിതാ സിംഗിൾസ് ചാമ്പ്യൻഷിപ്പിനൊപ്പം നവോമി ഒസാക എത്ര ഗ്രാൻഡ് സ്ലാമുകൾ നേടി? ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 വനിതാ സിംഗിൾസ് ചാമ്പ്യൻഷിപ്പിനൊപ്പം നവോമി ഒസാക എത്ര ഗ്രാൻഡ് സ്ലാമുകൾ നേടി? ഉത്തരം ഓപ്ഷൻ ഡി 4. അതുപോലെ തന്നെ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? എലീന റൈബാക്കിന. എലീന റൈബാക്കിനയ്ക്കാണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ലഭിച്ചത്. ഏപ്രിൽ 1 ഉത്കൽ ദിവസ് ആഘോഷിക്കുന്ന സംസ്ഥാനം. ഏപ്രിൽ 1 ഉത്കൽ ദിവസ് ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഒഡീഷ. ഒഡീഷയാണ് ഏപ്രിൽ 1 ഉത്കൽ ദിവസ് ആഘോഷിക്കുന്നത്. കൈകൊണ്ട് വരച്ച ഒരു തരം തുണിത്തരമാണ് കലംകാരി പെയിന്റിംഗ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഇത് നിർമ്മിക്കുന്നത്? കൈകൊണ്ട് വരച്ച ഒരു തരം തുണിത്തരമാണ് കലംകാരി പെയിന്റിംഗ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഇത് നിർമ്മിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് കൈകൊണ്ട് വരച്ച ഒരു തരം തുണിത്തരമായ കലംകാരി പെയിന്റിംഗ് നിർമ്മിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക ഏതാണ്? മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജ്ഞാന നിക്ഷേപം. ജ്ഞാന നിക്ഷേപമാണ് മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക. ക്യൂ എന്ന പദം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂ എന്ന പദം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ബില്യാർഡ്സ്. ബില്യാർഡ്സുമായി ബന്ധപ്പെട്ടതാണ് ക്യൂ എന്ന പദം. ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ്? ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി രാധിക മേനോൻ. രാധിക മേനോനാണ് ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ കൂടിയാട്ടം. കൂടിയാട്ടം എന്നതാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി തൃശൂർ.
തൃശ്ശൂരിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, ആറന്മുള. ആറന്മുളയിലാണ് കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. 2026 വിന്റർ ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? 2026 വിന്റർ ഒളിമ്പിക്സിനെ ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടാണ് 2026 വിന്റർ ഒളിമ്പിക്സിനെ ആതിഥേയത്വം വഹിക്കുന്നത്. രാമകഥപ്പാട്ടിന്റെ രചയിതാവ് ആരാണ്? രാമകഥപ്പാട്ടിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അയ്യപ്പിള്ളി ആശാൻ. അയ്യപ്പിള്ളി ആശാനാണ് രാമകഥാപാട്ടിന്റെ രചയിതാവ്. തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിക്കുന്ന മലയാള കവി ആര്? തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിക്കുന്ന മലയാള കവി ആര്? ഉത്തരം ഓപ്ഷൻ സി, തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ജീവിതകഥ ചിത്രീകരിക്കുന്ന നോവലാണ് തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1888. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര്. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, അയ്യങ്കാളി. അയ്യങ്കാളി ഹാൾ എന്നാണ് തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര്. കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏത്? കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കുസാറ്റ്. കുസാറ്റാണ് കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, കെയ്ലിയൻ എംബാപ്പെ. കെയ്ലിയൻ എംബാപ്പയാണ് 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത്. 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് എവിടെയാണ്? കാനഡ, മെക്സിക്കോ, അമേരിക്ക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര്. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, സത്രിയ. സത്രിയ എന്നതാണ് അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര്. ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം ഏതാണ്? ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, സമാധാനം, സമൃദ്ധി, പുരോഗതി. സമാധാനം, സമൃദ്ധി, പുരോഗതി എന്നതാണ് ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത്? MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 1995. 1995 MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പുന്നമടക്കായൽ. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. കേരള മൊപ്പസന്റ് എന്നറിയപ്പെടുന്നത് ആര്? കേരള മൊപ്പസന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തകഴി ശിവശങ്കരപിള്ള. തകഴി ശിവശങ്കരപിള്ളയാണ് കേരള മൊപ്പസന്റ് എന്നറിയപ്പെടുന്നത്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കുച്ചിപ്പുടി ഉത്ഭവിച്ചത്. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റിന്റെ പേര്. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റിന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, പാരാലിമ്പിക്സ് ഗെയിമുകൾ. പാരാലിമ്പിക്സ് ഗെയിമുകളാണ് ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റ്. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ്. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണ്?
ഉത്തരം ഓപ്ഷൻ ഡി കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ്. സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഉത്തരം ഓപ്ഷൻ എ ഭാരോദ്വഹനം. ഭാരോദ്വഹനവുമായി ബന്ധപ്പെട്ടതാണ് സ്നാച്ച് എന്ന വാക്ക്. 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ കാനഡ. കാനഡയിലാണ് 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത്. MT വാസുദേവൻ നായരുടെ ഡാഷ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. MT വാസുദേവൻ നായരുടെ ഡാഷ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. ഉത്തരം ഓപ്ഷൻ ബി മഞ്ഞ്. MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കൊടിയേറ്റം. കൊടിയേറ്റം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് കായലുമായിട്ടാണ്? ഉത്തരം ഓപ്ഷൻ ഡി പുന്നമടക്കായൽ. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പന്റെ തൂലികാനാമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കോവിലൻ. കോവിലൻ എന്നതാണ് മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പന്റെ തൂലികാനാമം. 2018 ഏഷ്യൻ ഗെയിംസിനെ ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? 2018 ഏഷ്യൻ ഗെയിംസിനെ ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലാണ് 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത്. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ജപ്പാനിലെ ഐച്ചി നഗായോയിലാണ് 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏത്? 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 2025 പ്രഖ്യാപിച്ച 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക് എന്ന സിനിമയാണ് 2025 പ്രഖ്യാപിച്ച 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത്. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലാണ് 2018 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ONV കുറുപ്പ്. ONV കുറുപ്പിനാണ് 2007 ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. ഇതുവരെ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. എത്ര പേർക്കാണ്? 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. G ശങ്കരക്കുറുപ്പ് 1965, SK പൊറ്റക്കാട് 1980, തകഴി ശിവശങ്കരപിള്ള 1984, MT വാസുദേവൻ നായർ 1995, ONV കുറുപ്പ് 2007, അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. ആർക്കൊക്കെയാണ് 1965 G ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത്? ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ ഓടക്കുഴൽ. 1980 SK പൊറ്റക്കാടിനെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് അവാർഡ് ലഭിച്ചു. 1984 കയർ എന്ന നോവലിന് തകഴി ശിവശങ്കരപിള്ളയ്ക്ക് അവാർഡ് ലഭിച്ചു. MT വാസുദേവൻ നായർക്ക് 1995 ONV കുറുപ്പിന് 2007, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019 ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചു. ഇവർക്ക് 3 പേർക്കും സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആര്? കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ TM തോമസ് ഐസക്. ഡോക്ടർ TM തോമസ് ഐസക്കാണ് കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത്.
താഴെ പറയുന്നവരിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? താഴെ പറയുന്നവരിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ എ CP അച്യുതമേനോൻ. CP അച്യുതമേനോനാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്. സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണ്? ഉത്തരം ഓപ്ഷൻ ബി TC അച്യുതമേനോൻ. TC അച്യുതമേനോനുമായി ബന്ധപ്പെട്ടതാണ് സംഗീത നൈഷാദം. പിക്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? പിക്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ബേസ്ബോൾ. ബേസ്ബോളുമായി ബന്ധപ്പെട്ട വാക്കാണ് പിക്ചർ. കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? ഉത്തരം ഓപ്ഷൻ സി ഗോവിന്ദ ഗണകൻ. ഗോവിന്ദ ഗണകന്റെ തൂലികാനാമമാണ് കൊടുപ്പുന്ന എന്നത്. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്? ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻസ് ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അഞ്ജലി ഭഗവത്. അഞ്ജലി ഭഗവതാണ് ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിനു വേണ്ടിയാണ്? 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിനു വേണ്ടിയാണ്? ഉത്തരം ഓപ്ഷൻ ബി അമേരിക്ക. അമേരിക്കയ്ക്ക് വേണ്ടിയാണ് 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ റസിയ ഷബ്നം. റസിയ ഷബ്നമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ്? 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത്. ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെ? ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗേൾ ഗാങ്. ഗേൾ ഗാങ് എന്നാണ് ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത്. സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് KT തോമസ്. ജസ്റ്റിസ് KT തോമസ് ആണ് സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത്. 33ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃക വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏത്? യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃക വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മുടിയേറ്റ്. മുടിയേറ്റാണ് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃക വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം. 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏത്? 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി താജ്മഹൽ. താജ്മഹലാണ് 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം. മാനിക് ബത്ര താഴെ പറയുന്നവർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാനിക് ബത്ര താഴെ പറയുന്നവർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസ് താരമാണ് മാനിക ബത്ര. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആര്? അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആനന്ദ് നീലകണ്ഠൻ. ആനന്ദ് നീലകണ്ഠനാണ് അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത്. ആരാണ് ബാലസമുദായ പരിഷ്കരണ സഭ ആരംഭിച്ചത്? ആരാണ് ബാലസമുദായ പരിഷ്കരണ സഭ ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പനാണ് ബാലസമുദായ പരിഷ്കരണ സഭ ആരംഭിച്ചത്. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നാട്യകൽപദ്രുമം. നാട്യകൽപദ്രുമമാണ് കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവ? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൂടിയാട്ടവും മുടിയേറ്റും. കൂടിയാട്ടവും മുടിയേറ്റുമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ.
ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്ത് നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്ത് നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഗ്രീസ്. ഗ്രീസ് എന്ന രാജ്യത്ത് നിന്നുള്ള ടീമാണ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്. ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി ടെന്നീസ്. ടെന്നീസിന് ഉള്ളതാണ് ഡേവിസ് കപ്പ്. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? ഉത്തരം ഓപ്ഷൻ സി പി സി ഗോപാലൻ. പി സി ഗോപാലന്റെ തൂലികാ നാമമാണ് നന്ദനാർ. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കണ്ടം പച്ചക്കോട്ട്. കണ്ടം പച്ചക്കോട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ. ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിലെ കൃതി. ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിലെ കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചിയാണ് ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിലെ കൃതി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി സി വി രാമൻപിള്ള. സി വി രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ് ആണ് ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ. കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ബി അനന്തകൃഷ്ണൻ. ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ. ഗാംബിറ്റ് എന്ന വാക്ക് ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാംബിറ്റ് എന്ന വാക്ക് ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ചെസ്. ചെസ്സുമായി ബന്ധപ്പെട്ട വാക്കാണ് ഗാംബിറ്റ്. മലയാള സാഹിത്യകാരൻ ടി സി ജോസഫിന്റെ തൂലികാ നാമം. മലയാള സാഹിത്യകാരൻ ടി സി ജോസഫിന്റെ തൂലികാ നാമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇടമറുക്. ഇടമറുകാണ് മലയാള സാഹിത്യകാരൻ ടി സി ജോസഫിന്റെ തൂലികാ നാമം. 2022 വിന്റർ ഒളിമ്പിക്സിന്റെയും ബിഗ് ബെൻ ഡെന്നിന്റെയും ഔദ്യോഗിക ചിഹ്നം. 2022 വിന്റർ ഒളിമ്പിക്സിന്റെയും ബിഗ് ബെൻ ഡെന്നിന്റെയും ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പാണ്ടക്കരടി. എം ടി വാസുദേവൻ നായരുടെ ഡാഷ് എന്ന നോവലിലെ ഒരു കഥാപാത്രമാണ് അപ്പുണ്ണി. എം ടി വാസുദേവൻ നായരുടെ ഡാഷ് എന്ന നോവലിലെ ഒരു കഥാപാത്രമാണ് അപ്പുണ്ണി. ഉത്തരം ഓപ്ഷൻ ബി നാലുകെട്ട്. എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലെ ഒരു കഥാപാത്രമാണ് അപ്പുണ്ണി. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത്. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ജക്കാർത്ത. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റെ ഡാഷ് എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ. അടൂർ ഗോപാലകൃഷ്ണന്റെ ഡാഷ് എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ. ഉത്തരം ഓപ്ഷൻ ഡി അനന്തരം. അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ. ജി അരവിന്ദന്റെ ഡാഷ് എന്ന ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ജി അരവിന്ദന്റെ ഡാഷ് എന്ന ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ചിദംബരം. ജി അരവിന്ദന്റെ ചിദംബരം എന്ന ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ഡാഷ് തടാകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ഡാഷ് തടാകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി അഷ്ടമുടി. അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ടതാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി. പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു ഡാഷ് കായിക വിനോദമാണ് ചെറേരിയ. പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു ഡാഷ് കായിക വിനോദമാണ് ചെറേരിയ. ഉത്തരം ഓപ്ഷൻ എ മെക്സിക്കൻ. പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു മെക്സിക്കൻ കായിക വിനോദമാണ് ചെറേരിയ. സാറ ജോസഫിന് ഡാഷ് എന്ന ചെറുകഥാ സമാഹാരത്തിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചു. സാറ ജോസഫിന് ഡാഷ് എന്ന ചെറുകഥാ സമാഹാരത്തിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി പാവത്തറ. പാവത്തറ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് സാറ ജോസഫിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത്.